ഏകദേശം 60x60 സൈസ് വരുന്ന ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ് ഇത്. ഈ ഒരു ഐറ്റം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കയ്യിൽ കാണുന്ന ഈ സ്ലാബ് നമ്മൾ കൈയോടല്ല ഒട്ടിക്കുന്നത്, മറിച്ച് ഈ ഒരു സ്ലാബ് നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി ഇതിന് ശേഷമാണ് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫ്ലോറിങ്ങിന്റെ വർക്ക് എടുക്കുന്ന ഈ വീട്ടിലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കാണ് ഇത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാനുള്ളത്. ഇങ്ങനത്തെ ഷീറ്റ് നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് ഇത് നല്ല വ്യത്യാസം ഉണ്ടാവും ഇതിന്റെ സൈസിന്റെ കാര്യത്തിലും തിക്നെസ്സിന്റെ കാര്യത്തിലും ഒക്കെ. അപ്പോൾ ആദ്യം നമുക്കത് കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കനം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വിരിക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഷീറ്റ് നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കണമെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ നാച്ചുറൽ സ്റ്റോൺ കട്ട് ചെയ്യേണ്ട വർക്ക് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ലാബ് നമ്മൾ ആദ്യം നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ലാബ് നമുക്ക് 4-5 പീസായിട്ടാണ് നമുക്ക് കിട്ടുക, കുറച്ച് വേസ്റ്റേജും വരും. ഈ ഒരു സ്ലാബിന് നമുക്ക് ഇനിയും കട്ട് ചെയ്ത് ചെറുതാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്ക് കിട്ടേണ്ടത് 10x10 സ്ക്വയറിലുള്ള പീസിലേക്കാണ് നമ്മൾ ആക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടിയ സൈസ്. ഈ ഒരു സൈസിലേക്കാണ് നമ്മൾ ആ വലിയ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഷീറ്റിന് നമുക്ക് 2 ഫിനിഷ് വരുന്നത്. നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ലെപ്പോത്രയൊക്കെ വരുന്ന ഫിനിഷിങ്, കുറച്ചും കൂടി റഫായിട്ടുള്ള ഫിനിഷിങ് വരുന്നുണ്ട്. ഇവിടെ ആണ് നമുക്ക് ഈ ഒരു ചെറിയ ഇതിലാക്കി കട്ട് ചെയ്തിട്ടുള്ള ഈ ഐറ്റം ഫിക്സ് ചെയ്യാനുള്ളത്. ഇതൊരു മജ്ലിസ് സെറ്റപ്പാണ്. ഈ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഇതുള്ളത്. ഇവിടെ ഈ ചെറിയ പീസ് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇവിടുത്തെ ഫ്ലോറൊക്കെ പ്ലാസ്റ്റർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഗമ്മിൽ വിരിക്കാമെന്നാണ്, അതിനെ തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ ചിരടൊക്കെ അടിച്ച് കറക്റ്റ് റൈറ്റ് ആംഗിളിലൊക്കെ ആക്കിയിട്ട് നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ പീസിൻ്റെ ഇടയിലും നമ്മൾ ഒരു 4mm സ്പേസർ ഗ്രൂ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് അതിൽ ഫില്ല് ചെയ്യാനുണ്ട്. ഇത് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂബിക്കൽ ഡിസൈനിലൊരു സ്ക്വയർ പോലെയാണ് നമുക്ക് തോന്നുക. ഇതുപോലെ ചെറിയ പീസ് വെച്ച ഒരു ഫിനിഷിംഗ് എല്ലാം ഉണ്ടാവുക. നമുക്ക് സൈഡൊക്കെ ഒട്ടിച്ച് കഴിയാനൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ വർക്ക് ടോപ്പിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല കൂളിംഗ്, നല്ലൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഇവിടെ ഒരു 80% വർക്ക് നമ്മളിതിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് നമുക്ക് വർക്കുള്ളത് ഇതിൻ്റെ ഫില്ലിംഗ് വർക്കാണ്. കൂടാതെ ഇതിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ക്ലിയറും അടിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ ആ ഫില്ലിങ്ങിൻ്റെ വർക്ക്, സീലറിൻ്റെ വർക്കൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഫിനിഷിങ്. ഈ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫില്ലിങ്ങിൻ്റെ വർക്കും അതേപോലെ നമ്മൾ സീലറൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്.